എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നാരായണീയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദശകം 79 രുക്മിണി ഹരണം കേൾക്കാം. ഹരി ഓം. നമ്മൾ ഇപ്പോൾ 78 ദശകം നാരായണീയം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 79ാമത്തെ ദശകം പഠിക്കാം. ദശകം 79 രുക്മിണി ഹരണം. ആദ്യത്തെ ശ്ലോകം. ബലസമേത ബലാനുഗതോ ഭവാൻ പുരമദാഹത ഭീഷ്മകമാനിത ദ്വിജസുതം ദുദുപാഗമവാദിനം ധൃതരസാ തരസാ പ്രണനാമസാ. അപ്പോൾ കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പഠിച്ചല്ലോ, ഒരു ബ്രാഹ്മണനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു രുക്മിണി ദേവി ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പോയിട്ട് രുക്മിണിയെ കാണും, രുക്മിണി സന്ദേശം അദ്ദേഹത്തിനെ ഭഗവാനെ ഏൽപ്പിക്കുന്നതും ഒക്കെയായിരുന്നു കഴിഞ്ഞ ദശകത്തിൽ. ഇനി തുടർച്ചയായിട്ടാണ് ഉള്ളത് നമുക്ക് പറയാനും പഠിക്കാനും ഉള്ളത്. ബലസമേത ബലാനുഗത ഭവാൻ. ബലസമേത എന്ന് പറഞ്ഞാൽ ബലരാമനോട് കൂടിയിട്ട്, ബലാനുഗത അതായത് ഇവരും പടയാളികളും എല്ലാവരും ഉണ്ട് ബലരാമൻ്റെ കൂടെ. അവരൊക്കെ ഭഗവാന്റെ കൂടെ ചെല്ലുകയാണ്. എവിടേക്കാണ് പോകുന്നത്? രുക്മിണിയെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അവരെല്ലാവരും കൂടിയിട്ട്. ഭീഷ്മകമാനിത പുരം അഗാഹത. അപ്പോൾ ഭീഷ്മകൻ ആരാണ്? രുക്മിണിയുടെ അച്ഛനാണ്. അതായത് വിദർഭ രാജധാനിയായ കുണ്ഠിനത്തിലെ രാജാവാണ് ആര്? ഭീഷ്മകനാണ് രുക്മിണിയുടെ അച്ഛൻ. ബ്രദർ ആരാണ്? രുക്മി എന്നാണ് ആളുടെ പേര്. അപ്പോൾ ഭീഷ്മകമാനിത. അപ്പോൾ അവിടെ ചെല്ലുന്നവരെയൊക്കെ ഭീഷ്മകൻ ആദരപൂർവ്വം സ്വീകരിച്ചിരുത്തുന്നുണ്ട്. അതാണ് ഭീഷ്മകമാനിത പുരം അഗാഹത. അവിടെ വന്നവരെയൊക്കെ സ്വീകരിച്ചിരുത്തിക്കൊണ്ട് ഉപാഗമനവാദിനം ദ്വിജസുതം. അപ്പോൾ അവിടെ ഭഗവാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ദ്വിജസുതം, ഈ ബ്രാഹ്മണപുത്രൻ രുക്മിണിയെ അറിയിക്കുന്നതാണ്. സാ തരസാ ധൃതരസാ പ്രണനാമ. അപ്പോൾ ഈ രുക്മിണിയോട് ബ്രാഹ്മണൻ ഈ വർത്തമാനം പറഞ്ഞപ്പോൾ രുക്മിണി ആ ബ്രാഹ്മണകുമാരനെ നമസ്കരിക്കുന്നതാണ്. സൈന്യങ്ങളോടുകൂടി ബലഭദ്രൻ പിന്നിലുള്ള അവിടുന്ന് ഭീഷ്മകനാൽ സത്കരിക്കപ്പെട്ടുകൊണ്ട് കുണ്ഠനപുരത്തിൽ എത്തി. അവിടുന്ന് നെന്തിരോടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ബ്രാഹ്മണകുമാരനെ ആ രുക്മിണി പെട്ടെന്ന് സന്തോഷിച്ചുകൊണ്ട് നമസ്കരിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം. ഭുവനകാന്തമവേക്ഷ ഭവദ്വപു നൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതം വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈരുദിതൈരഗമന്നിശാം. ഭുവനകാന്തം ഭവദ്വപു അവേക്ഷ. ഭുവനകാന്തം ഭവദ്വപു അവേക്ഷ അതായത് നഗരവാസികൾ അപ്പോൾ കാണുകയാണ്, ഈ ഭഗവാനെ കണ്ടു. അതിസുന്ദരനായിട്ടുള്ള ഭഗവാൻ ഭുവനകാന്തം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരനായിട്ട് അവിടുത്തെ കണ്ടിട്ട്. നൃപസുതസ്യ. ആരാ നൃപസുതസ്യ? നൃപസുതസ്യ പറഞ്ഞാൽ രാജാവിൻ്റെ പുത്രി, അതായത് രുക്മിണി. ചേഷ്ടിതം നിശമ്യച്ച, അത് രുക്മിയാണ്. നൃപസുതസ്യ എന്ന് പറഞ്ഞാൽ രുക്മി, അതായത് രാജാവിൻ്റെ പുത്രൻ രുക്മി എന്താ ചെയ്യുന്നത്? രുക്മിയുടെ ചേഷ്ടിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആങ്ങളയ്ക്ക് ഒരു കൂട്ടുകാരുണ്ട്, ശിശുപാലൻ. അവൻ മഹാദുഷ്ടനാണ്, നല്ല ആളൊന്നുമല്ല ശിശുപാലൻ. അപ്പോൾ ഈ സുഹൃത്താണ് ആരുടെ? രുക്മിയുടെ സുഹൃത്താണ്. അപ്പോൾ പെങ്ങളെ ഈ ശിശുപാലന് കല്യാണം കഴിച്ചു കൊടുക്കണം എന്നാണ് ആങ്ങളയ്ക്ക് ആഗ്രഹം. അതാണ്. അപ്പോൾ ഈ നഗരവാസികൾക്കൊക്കെ അതിൽ സങ്കടം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ നഗരവാസികൾക്ക് സങ്കടമാണ്. നൃപസുതസ്യ ചേഷ്ടിതം നിശമ്യ. രാജകുമാരനായ രുക്മിയുടെ പ്രവൃത്തി കേൾക്കുകയും ചെയ്തപ്പോൾ വിപുലഖേദജുഷാം, അവർക്കൊക്കെ ഖേദം വരികയാണ്. പുരവാസിനാം, ഈ നഗരവാസികൾക്ക് ഖേദം വന്നിട്ട് ഉദിതൈ, അപ്പോൾ അവർ കരച്ചിലും പറച്ചിലും ഒക്കെ ആയി. നിശാം അഗമത്, രാത്രി അങ്ങനെ കഴിച്ചു കൂട്ടി ഈ രുക്മിയുടെ പ്രവൃത്തി കണ്ടിട്ട്. ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരമായ അവിടുത്തെ തിരുവുടൽ കാണുകയും രാജകുമാരനായ രുക്മിണിയുടെ പ്രവൃത്തി കേൾക്കുകയും ചെയ്തപ്പോൾ വലിയ സങ്കടത്തിൽ അകപ്പെട്ട നഗരവാസികളുടെ കരച്ചിലും പറച്ചിലുമായി രാത്രി കടന്നുപോയി. ഇനി മൂന്നാമത്തെ ശ്ലോകം. തദന്നു മന്ദിതുമെന്തുമുഖേ ശിവാം ഗീതമംഗലഭൂഷണ ഭാസുര
നിരഗമ ഭവ അർപ്പിത ജീവിത സ്വപുരത പുരത സുഫടാവൃത തദനുഭവ അർപ്പിത ജീവിത ഇന്ദുമുഖി. അതിനുശേഷം ഭവത് അർപ്പിത ജീവിത, ഈ രുക്മിണിയാണെങ്കിൽ ഭഗവാന്റെ ജീവിതം അർപ്പിക്കണം എന്നുള്ള മനോഭാവത്തിലാണ്. ഇന്ദുമുഖി, ഇന്ദുമുഖി എന്ന് പറഞ്ഞാൽ രുക്മിണി. വിഹിതമംഗലഭൂഷണ ഭാസുര, മംഗള അലങ്കാരങ്ങളൊക്കെ നല്ല ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് പുരത സുഫടാവൃത ശിവാം വന്ദിതും സ പുരത നിരഗമത്. പുരത എന്ന് പറഞ്ഞാൽ മുമ്പില്, സുഫടാവൃത പിന്നെ പടയാളികളൊക്കെ അകമ്പടിയോട് കൂടിയിട്ട് പുറത്തേക്ക് വരികയാണ്. വീട്ടിൽ നിന്ന് പുരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് രുക്മിണി. അവിടുന്ന് പുറപ്പെട്ടു. അതിനുശേഷം അവിടത്തേക്ക് തൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ചന്ദ്രമുഖിയായ രുക്മിണി മംഗള അലങ്കാരങ്ങൾ അണിഞ്ഞ് ഏറ്റവും ശോഭനയോടുകൂടി മുമ്പിൽ ശൂരന്മാരായ പടയാളികളുമായി ശ്രീ പാർവതിയെ വന്ദിക്കുവാൻ തൻ്റെ അന്തപുരത്തിൽ നിന്ന് പുറപ്പെട്ടു. ഇനി 4ാമത്തെ ശ്ലോകം. കുലവധൂപിരുപേത്യ കുമാരിക ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുരയാദത തത്പദ പങ്കജേ നിപതിതാപതിതാം തവ കേവലം. കുമാരിക, കുമാരിക എന്ന് പറഞ്ഞാൽ രാജകുമാരിയായ ആ രുക്മിണി കുലവധൂപി ഉപേത്യ മംഗളസ്ത്രീകളോട് കൂടി ചെന്ന് സാദരം ഗിരിസുതാം ച പരിപൂജ, സാദരം എന്ന് പറഞ്ഞാൽ ഭക്തിയോട് കൂടിയിട്ട് ഗിരിസുതാം, ഗിരിയുടെ പുത്രി, അതാരാണ്? ശ്രീ പാർവതി ദേവി. അപ്പോൾ പാർവതി ദേവിയെ പൂജിക്കാൻ വേണ്ടിയിട്ട് തത്പദ പങ്കജേ നിപതിത, അവിടെ ദേവി ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ ഭഗവതിയെ വണങ്ങുകയാണ്. കേവലം തവ പതിതാം മുഹു അയാചത, കേവലം തനിക്ക് പതിയായിട്ട് ഭർത്താവായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ വേണം എന്ന് വീണ്ടും വീണ്ടും അയാചത, യാചിച്ചു എന്നുള്ളതാണ്, പ്രാർത്ഥിച്ചു. രാജകുമാരിയായ രുക്മിണി മംഗളസ്ത്രീകളോട് കൂടി ചെന്ന് ഭക്തിയോടുകൂടി ശ്രീ പാർവതിയെ തൊഴുതു വന്നിച്ചിട്ട് ആ ദേവിയുടെ പാതാരബിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് അങ്ങയെ ഭർത്താവായി ഭവിക്കണമേ എന്ന് മാത്രം വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ഇനി 5ാമത്തെ ശ്ലോകം. സമവലോകകുതോ ഹലസങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുതാ നിരഗാ നിരജാ ഗിരിജാലയാ സുരുചിരം രുചിരാഞ്ജിതദിങ്മുഖാ. നൃപകുലേ, അതായത് രാജാക്കന്മാരെല്ലാവരും വരികയാണല്ലോ, കല്യാണമല്ലേ. സമവലോക കുതൂഹല സങ്കുലേ, രുക്മിണിയെ കാണാനുള്ള ആഗ്രഹത്തെ തിക്കിത്തിരക്കിക്കൊണ്ട് ത്വയി നൃതം ച സ്ഥിതേ, അപ്പോൾ ഭഗവാനാണെങ്കിൽ അനങ്ങാതെ അവിടെ നിൽക്കുകയാണ്. നൃപസുതാ രുചിര അഞ്ജിത ദിങ്മുഖ, രാജകുമാരിയായ രുക്മിണി അപ്പോൾ ലജ്ജിതയായും കൊണ്ടാണ്. ഗിരിജാലയ സുരുചിരം നിരക, ഗിരിജാലയ, ഗിരിജ ആലയ എന്ന് പറഞ്ഞാൽ ദേവി ക്ഷേത്രത്തിൽ നിന്ന് സുരുചിരം അഴകോട് കൂടിയിട്ട് നിരക പുറപ്പെട്ടു. രാജാക്കന്മാർ രുക്മിണിയെ കാണാനുള്ള ആഗ്രഹത്താൽ തിക്കിത്തിരക്കുകയും നിൻ തിരുവടി അനങ്ങാതെയും നിൽക്കുമ്പോൾ രാജകുമാരി രുക്മിണി ആ പ്രദേശം മുഴുവൻ തൻ്റെ സൗന്ദര്യത്താൽ ശോഭിപ്പിച്ചും കൊണ്ട് ദേവീക്ഷേത്രത്തിൽ നിന്ന് അഴകോടെ പുറപ്പെട്ടു. ഇനി 6ാമത്തെ ശ്ലോകം. ഭുവനമോഹന രൂപരുചാതയാ വിവസിതാഖില രാജകദംബയാ ത്വമപി ദേവ കടാക്ഷ വിമോക്ഷണൈ പ്രമദയാമദയാഞ്ച കൃഷേ മനാത്. ഭുവനമോഹന രൂപരുച, ലോകത്തെ മയക്കുന്ന ശരീരകാന്തി പൂണ്ട്, വിവസിതാഖില രാജകദംബയ, എല്ലാ രാജാക്കന്മാരെയും പരവശന്മാരാക്കി തീർത്തും കൊണ്ടും, തയാ പ്രമദയാ, യുവതിയായ ആ രുക്മിണി ദേവി. ദേവ, അലയോ ഗുരുവായൂരപ്പ, ത്വം അപി കടാക്ഷ വിമോചനേ, അപ്പോൾ ഭഗവാനെ കൂടിയിട്ട് ഒരു കടാക്ഷം, ഒരു കടക്കണ്ണ് ഇട്ട് നോക്കുകയാണ്. മതയാഞ്ച കൃഷി, അപ്പോൾ അങ്ങനെ ഭഗവാനും കൂടി ഒന്ന് മയക്കിയെടുത്തു എന്നുള്ളതാണ്. ലോകത്തെ മയക്കുന്ന ശരീരകാന്തി പൂണ്ട് എല്ലാ രാജാക്കന്മാരെയും പരവശന്മാരാക്കി തീർത്ത് യുവതിയായ ആ രുക്മിണി, അല്ലയോ ഗുരുവായൂരപ്പ,
നിൻ തിരുവടിയെയും കൂടി കടക്കണ്ണോട്ടങ്ങളെ കൊണ്ട് കുറഞ്ഞൊന്ന് മയക്കുക ഉണ്ടായി. ഇനി 7ാമത്തെ ശ്ലോകം. ക്വനു ഗമീഷ്യസി ചന്ദ്രമുഖീതാം സരസമീത്യ കരേണ ഹരിൻ ക്ഷണാത് സമധിരോപ്യരഥം ത്വമപാഹൃതാ ഭുവി തതോ വിതതോ നിനദോ ദ്വിഷാം. ചന്ദ്രമുഖി. അപ്പോൾ ഭഗവാൻ വിളിക്കുകയാണ് രുക്മിണിയെ. അല്ലയോ ചന്ദ്രമുഖി, വിളിക്കുകയാണ്. കൊനുഗമിഷ്യസി, നീ എവിടേക്കാണ് പോകുന്നത്? ഇതി സരസം ഏത്യ എന്ന സരസഭാവേന ചോദിച്ചുകൊണ്ട് ത്വം ക്ഷണാത് താം കരേണ ഹരൻ രഥം സമതിരോപ്യ അപാഹൃത. പെട്ടെന്ന് രുക്മിണിയുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് രഥത്തിലേക്കാണ് കയറ്റി ഭഗവാൻ രുക്മിണിയെ. തത് ദ്വിഷാം നിനദ. അപ്പോൾ ശത്രുക്കളുടെ ശബ്ദം അവിടെ ഭൂമി വിതത, ഭൂമിയിൽ പൊങ്ങി പറന്നു. ഇങ്ങനെ പെട്ടെന്ന് ഭഗവാൻ ഇങ്ങനെ ചെയ്തപ്പോൾ ശത്രുക്കളൊക്കെ ശബ്ദം പുറപ്പെടുവിച്ചു എന്നുള്ളതാണ്. അല്ലയോ ചന്ദ്രമുഖി, നീ എവിടേക്ക് പോകാൻ തുടങ്ങുന്നു എന്ന് സരസമായി പറഞ്ഞ് അടുത്ത് ചെന്ന് അവിടുന്ന് വേഗത്തിൽ ആ രുക്മിണിയെ കൈകൊണ്ട് പിടിച്ച് തേരിൽ കയറ്റി അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോൾ ശത്രുക്കളുടെ ശബ്ദം ഭൂമിയിൽ പൊങ്ങി പറന്നു. ഇനി 8ാമത്തെ ശ്ലോകം. പശുപാലയേ ക്രുധ കൃതരണായതുഭിശ്ചരിതാ നൃപ നതു ഭവാൻ തൈരഹോ വിശുനകൈശുനകൈരിവ കേസരി. പശുപാല കൊനുഗത. പശുപാലൻ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ. പശുക്കളെ പാലിക്കലായിരുന്നല്ലോ ഭഗവാന്റെ ജോലി. അപ്പോൾ പശുപാലൻ എന്നുള്ള പേര് കിട്ടി. അപ്പോൾ ഈ പശുപാലൻ എവിടെ പോയി? അവർ പറയുകയാണ്. ഇത് കൃത കൃതരണ നൃപ. എങ്ങനെ രാജാക്കന്മാർ കോപിച്ച് യുദ്ധം ചെയ്ത രാജാക്കന്മാരെ ഭവാൻ യദുഭി ജിതാച. അപ്പോൾ യാദവ ഭടന്മാര് ആ കൂടെ വന്നിട്ടുള്ള സൈന്യങ്ങളെയൊക്കെ തോൽപ്പിച്ചു. എന്നിട്ടോ ഭവാൻ തു ശുനകൈ കേസരി ഇവ. കേസരി എന്ന് ഭഗവാനെ സാമീപ്യപ്പെടുത്തുകയാണ്. ശുനകി എന്ന് പറഞ്ഞാൽ ഈ വന്നിട്ടുള്ള ഭടന്മാരെ കൊണ്ടുമാണ് പറയണത്. അപ്പോൾ സിംഹത്തിൻ്റെ മുമ്പിൽ നായ്ക്കൾ വന്നാൽ എങ്ങനെ ഇരിക്കും? ശുനകി എന്ന് പറഞ്ഞാൽ നായ്ക്കളെന്നാണ്. സിംഹത്തിൻ്റെ മുമ്പിൽ നായ്ക്കൾ വന്നാൽ നിശ്ചലായരായിട്ട് ഇരിക്കില്ലേ? അതുപോലെയാണ് ഇവരെ സാമീപ്യപ്പെടുത്തുന്നത്. വിശുനകൈ അത് ദുഷ്ടന്മാരായ രാജാക്കന്മാർക്ക് ഉദചാല്യത അഹോ, അനക്കുവാൻ കൂടി കഴിഞ്ഞില്ല. അഹോ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം, അതായത് അത്ഭുതം എന്നാണ്. ഈ മാറ്റിടയൻ എവിടെ പോയി എന്ന് പറഞ്ഞപ്പോൾ കോപിച്ച് യുദ്ധം ചെയ്ത രാജാക്കന്മാരെ ബലഭദ്രൻ യാദവന്മാർ തോൽപ്പിക്കുകയും ചെയ്തു. ബലഭദ്രാദി യാദവന്മാർ തോൽപ്പിക്കുകയും ചെയ്തു. അവിടുത്തെ ആകട്ടെ നായ്ക്കൾക്ക് സിംഹത്തെ എന്ന പോലെ ദുഷ്ടന്മാരായ ആ രാജാക്കന്മാർക്ക് അനക്കുവാൻ കഴിഞ്ഞില്ല. അത്ഭുതം. ഇനി 9ാമത്തെ ശ്ലോകം. തദനു ആഹവേ ശ്ലോകമാണ് വായിക്കേണ്ടത്. തദനു രുക്മിണമാഗതമാഹവേ വധമുപേക്ഷ നിബധ്യ വിരൂപയൻ ഋതമദം പരിമുച്യ ബലോക്തിഭി പുരമയാ രമയാ സഹ കാന്തയാ. തദനു ആഹവേ ആഗതം രുക്മിണം. പിന്നീട് യുദ്ധത്തിന് വന്ന രുക്മിയെ. അപ്പോൾ ഈ രുക്മി ഈ വിവരമൊക്കെ അറിഞ്ഞിട്ട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുകയാണ്. വധം ഉപേക്ഷ. അപ്പോൾ ഇവർ പിടിച്ചു കെട്ടി രുക്മിയെ. പക്ഷെ വധം ഉപേക്ഷ, വധിച്ചില്ല, രുക്മിയെ വധിച്ചില്ല. നിബധ്യ വിരൂപയൻ ഹൃതമതം. അപ്പോൾ അവനെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നിട്ട് അവനെ വിരൂപനാക്കി മാറ്റി. തലയൊക്കെ മൊട്ടടിച്ച് ഷെയ്വ് ചെയ്തിട്ട് അങ്ങനെ വിരൂപ ഇതാക്കിയിട്ട് മാറ്റി എന്നുള്ളതാണ്. ബലോക്തിഭി പരിമുച്യ. ബലോക്തിഭി ബല ഉക്തി എന്നാണ്. അതായത് ബലരാമൻ പറഞ്ഞപ്പോൾ പരിമുച്യ അവനെ വെറുതെ വിട്ടു. രമയാ കാന്തയാ സഹ. രമയാ എന്ന് പറഞ്ഞാൽ രമ. രമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി ഇവിടെ ആരാണ്? രുക്മിണി. രുക്മിണി അതായത് കാന്തയ എന്ന ഭാര്യയോട് കൂടിയിട്ട് പുരം പുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി ഭഗവാൻ. രുക്മിണിയും കൂട്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. പിന്നീട് യുദ്ധത്തിന് വന്ന രുക്മിയെ കൊല്ലാതെ പിടിച്ചു കെട്ടി താടിയും തലയും ചരിച്ച് വിരൂപനാക്കി അഹങ്കാരം നശിപ്പിച്ച് ബലഭദ്ര പർവ്വതിയാൽ വിട്ടയച്ചു.
അനന്തരം ലക്ഷ്മി ദേവിയാകുന്ന വല്ലഭയോട് കൂടിയിട്ട്, അതായത് രുക്മിണിയോട് കൂടി അവിടുന്ന് ദ്വാരകാപുരിയിലേക്ക് യാത്രയായി മടങ്ങിപ്പോയി. ഇനി 10ാമത്തെ ശ്ലോകം. നവസമാഗമലജ്ജിതമാനസാം പ്രണയ കൗതുകദൃംഭിതമന്മഥാം അരമയ ഖലു നാഥ യഥാ സുഖം രഹസിതാം ഹസിതാം ചുലസന്മുഖേ. നവസമാഗമ ലജ്ജിതമാനസാം, പുതിയ സമാഗമം ആയതുകൊണ്ട് രുക്മിണിക്ക് ലജ്ജയൊക്കെ വരുന്നുണ്ട്. പ്രണയ കൗതുക ഗംഭിത മന്മഥാം, പ്രേമത്താലും സന്തോഷത്താലും കാമവികാരം വർദ്ധിച്ചും കൊണ്ട്. ഹസിതാംശുല സന്മുഖയും, പുഞ്ചിരി തൂകിയ മുഖാണ് രുക്മിണി ദേവിയുടെ. താം നാഥ, ആ രുക്മിണിയെ അല്ലയോ ഗുരുവായൂരപ്പ. രഹസി യഥാസുഖം, രഹസ്യമായിട്ട് യഥാസുഖം. അരമയ ഖലു, രമിപ്പിച്ചുവല്ലോ. പുതിയ സമാഗം ആകയാൽ മനസ്സിൽ നാണം കൊണ്ടും പ്രേമത്താലും സന്തോഷത്താലും കാമവികാരം വർദ്ധിപ്പിച്ചും മന്ദഹാസപ്രഭ കൊണ്ട് മുഖം തെളിഞ്ഞുമുള്ള ആ രുക്മിണിയെ അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് വിജനസ്ഥലത്ത് സുഖം വർദ്ധിക്കുമാറ് രമിപ്പിച്ചുവല്ലോ. ഇനി 11ാമത്തെ ശ്ലോകം. വിവിധ നർമ്മഭിരേവ മഹർനിശം പ്രമദമാകലയൻ പുനരേകദാ ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരതനോരതനോദതിലോലതാം. ഏവം, ഇപ്രകാരം അഹർനിശം, രാത്രിയും പകലും വിവിധ നർമ്മഭി, പലതരത്തിലുള്ള നർമ്മഭാഷണങ്ങൾ ചെയ്തിട്ട് പ്രമദം ആകലയൻ ഭവാൻ, അപ്പോൾ രുക്മിണിയെ സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവിടുന്ന് പുനരേകത, ഒരു ദിവസം ഹൃജുമതു അതേ വരതനോ, കപട ബുദ്ധിക്ക് ഒട്ടും കപട ഇല്ലാത്ത ഈ രുക്മിണിയെ വക്രഗിര, കപട വാക്കുകൾ പറഞ്ഞിട്ട് അതിലോലതാം, ലോലയായ രുക്മിണിയെ അതനോ കില, ദുഃഖിയാക്കി തീർക്കും ചെയ്തു. ഒരു പ്രാവശ്യം നന്നായിട്ട് ഓരോരോ നർമ്മസല്ലാപമൊക്കെ ചെയ്ത് സന്തോഷിപ്പിച്ചു. അപ്പോൾ ഇവർക്ക് അഹങ്കാരം വന്നു എന്ന് ഭഗവാൻ ഒരു തോന്നല്. അപ്പോൾ അങ്ങനെ പാടി വിളിച്ചിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് വേദനിപ്പിക്കാനും തുടങ്ങി. നീ അല്ലാണ്ട് എങ്ങനെ മാടിനെ വെക്കണം, ഒരുത്തിനെ കല്യാണം കഴിക്കൂ, ആ ശിശുപാലൻ എത്ര നല്ലതാണ്, നീ എന്തിനെ എൻ്റെ പിന്നാലെ പോന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇതാക്കുകയാണ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ എനിക്കിങ്ങനെ അങ്ങനെ വല്ലാത്ത സങ്കടം വന്ന് ബോധം കിടന്നൊക്കെ ഉണ്ട്. അപ്പോൾ വീണ്ടും ഭഗവാൻ അവളെ സന്തോഷിപ്പിച്ചിട്ട് അവളെ അവളുടെ ഈ ഉന്മേഷക്കുറവൊക്കെ മാറ്റിയെടുക്കുന്നതാണ്. ഇപ്രകാരം പകലിരവ് പലതരം നേരം പോക്കുകൾ പറഞ്ഞ് സന്തോഷം വർദ്ധിപ്പിച്ചു കൊണ്ട് ഇരിക്കുന്ന അവിടുന്ന് പിന്നെ ഒരു ദിവസം ബുദ്ധിക്ക് കപടമില്ലാത്ത സുന്ദരിയായ രുക്മിണിക്ക് കപടവാക്ക് പറഞ്ഞ് അതിയായ ദുഃഖചാന്തിര്യം ഉണ്ടാക്കി തീർത്തു. ഇനി 12ാമത്തെ ശ്ലോകം. അധികൈരതലാളന കൗശലേ പ്രണയിനീമധികം സുഖയന്യമാം ഐ മുകുന്ദ ഭവച്ചരിതാനിന പ്രഗദതാം ഗദതാന്തിമപാകുരു. അധികൈ ലാളന കൗശലൈ, പിന്നീട് അതിലും വലിയ സന്തോഷം പ്രദങ്ങളായി ഉപായങ്ങൾ കൊണ്ട്. അപ്പോൾ അവൾ ദുഃഖിതായി എന്ന് കണ്ടപ്പോൾ വീണ്ടും സന്തോഷ വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളെ രുക്മിണിയെ സുഖിപ്പിക്കുകയാണ്. പ്രണയിനിയും ഇമാം അധികം സുഖയൻ, പ്രേമഭാജനമായ ആ രുക്മിണിയെ അധികം സുഖയൻ, മുമ്പത്തേക്കാൾ സുഖിച്ചു കൊണ്ടിരിക്കുന്ന ത്വം, അവിടുന്ന് ഐ മുകുന്ദ, അല്ലയോ ഗുരുവായൂരപ്പ. ഭവച്ചരിതാനി പ്രഗതതാം, അങ്ങയുടെ ചരിത്രങ്ങൾ വിവരിക്കുന്നുണ്ടല്ലോ ഞാൻ. അത് മേൽപ്പത്തൂർ ഭട്ടതിരി പറയുന്നതാണ്. അങ്ങയുടെ ചരിത്രങ്ങളല്ലേ ഞാൻ വർണ്ണിക്കുന്നത്. ഗതതാന്തിമ പാക്കുരു, എൻ്റെ ഈ രോഗങ്ങളെയൊക്കെ ഒന്ന് മാറ്റി തരണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗുരുവായൂരപ്പനോട്. പിന്നീട് അതിലും വലിയ സന്തോഷപ്രദങ്ങളായ ഉപായങ്ങൾ കൊണ്ട് പ്രേമഭാജനമായ ആ രുക്മിണിയെ മുമ്പത്തേക്കാൾ സുഖിപ്പിച്ചു കൊണ്ടിരുന്ന അവിടുന്ന് അല്ലയോ മോക്ഷപ്രദനായ ഗുരുവായൂരപ്പ, അവിടുത്തെ കഥകളെ വർണ്ണിക്കുന്ന എൻ്റെ രോഗപാരവശ്യം മാറ്റിത്തരയണമേ. ഇനി നമുക്ക് ശ്ലോകങ്ങൾ ഒന്നിച്ചു വായിക്കാം. അങ്ങനെ രുക്മിണി ഹരണം ഈ ചാപ്റ്റർ കഴിയുകയാണ്. ദശകം 79 രുക്മിണി ഹരണം. ബലസമേത ബലാനുഗതോ ഭവാൻ
പുരമഗാഹത ഭീഷ്മകമാനിത ദ്വിജസുതം തുതുഭാഗമവാദിനം ത്രിതരസാതരസാ പ്രണനാമസ ഭുവനകാന്തമവേക്ഷ വപു നൃപസുതസ്യ നിശമ്യ ച ചേഷ്ടിതം വിപുലഖേദജുഷാം പുരവാസിനാം സരുദിതൈരുദിതൈരഗമന്നിശാം തദനു വന്ദിതുമിന്ദുമുഖേ ശിവാം ഈദമംഗലഭൂഷണ പാസുര നിരഗമ ഭവ അർപ്പിത ജീവിത സുപുരദ പുരദ സുഭടാവൃത കുലവധൂഭിരുപേച്ച കുമാരിക ഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുരയാഗത തത്പദ പങ്കജേ നിപതിതാപതിതാം തവ കേവലം സമവലോക കുതൂഹല സങ്കുലേ നൃപകുലേ നിപൃതം ത്വയി ച സ്ഥിതേ നൃപസുധാ നിരഗാ ഗിരിജാലയാത് സുരുചിരം രുചിരാഞ്ജിത ദിങ്മുഖ ഭുവനമോഹന രൂപരുചാതയാ വിവസിതാഖില രാജകദംബയാ ത്വമപി ദേവ കടാക്ഷ വിമോക്ഷണേ പ്രമദയാ മദയാഞ്ച കൃഷേ മനാം കുനുഗമീഷസി ചന്ദ്രമുഖീ ചിതാം സരസമേത്യ കരേണ ഹരൺക്ഷണാത് സമധിരോപ്യ രഥം ത്വമപാവൃഥാ ഭുവി തതോ വിതതോ നിനദോ ദിശാം പുനുഗത പശുപാരീരേ കൃതാ കൃതരണായതുഭിശ്ച ജിതാ നൃപ न तु भवानुदचार्यदतैरहो विशुरकैशुनकैरिव केसरे तदनु रुक्मिणमावदमाहवे वधमुपेक्ष निबध्य विरूपयन् ऋतमदं परिमुच्य बलोक्तिभे पुरमया रमया सककान्दया नवसमागमलज्जितमानसां प्रणय कौतुकदृम्भिदमन्मथाम् अरमय खलु नाथ यथा सुखं रहसितां हसितां सुरसन्मुखीं विविधनर्मभिरेव महर्निशं प्रमदमाकलयन् पुनरेगदा हजुमते किल वक्रगिरा भवान् वरतनो रतनो दधिलोलतां तदधिकैरचलाळनकौशले प्रणयिनीयमधिजं सुखं जन्यमाम् अयि मुकुन्द भवच्चरितानि न प्रगदतां जगतानि मपाकुरु श्रीहरे नमः गोपिका जीवनस्मरणं गोविन्द गोविन्द नारायण अखिल गुरु भगवन् नमस्ते हरि ओम तत्सत् ഇനി അടുത്ത 80ാമത്തെ ദശകം നമുക്ക് പിന്നെ പഠിക്കാം. ഹരി ഓം തത്സത്. അപ്പോൾ ഈ ദശകം ഇവിടെ കഴിയാണ്. അടുത്ത ദശകമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ.